ഹായ് ഗൈസ്, എല്ലാ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും വീണ്ടും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ എൽജിൻ്റെ SK4D എന്ന് പറയുന്ന ഒരു മിഡിൽ റേഞ്ചിൽ വരുന്ന ഒരു സൗണ്ട് ബാറിൻ്റെ അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ്. ഇതിന് മുമ്പ് ഇതേപോലെയുള്ള വേറെയും സൗണ്ട് ബാറിൻ്റെ എൽജിൻ്റെതും സാംസങ്ങിൻ്റെ ഒക്കെ നമ്മൾ റിവ്യൂ ആൻഡ് അൺബോക്സിങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഒന്നും ആരും കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതാണ്, നമുക്കിത് കെയർ ചെയ്തിട്ട് ഫ്ലൈറ്റിൽ കൊണ്ടുപോകാൻ സാധിക്കുമോ, സൗണ്ട് ബാർ എന്തെങ്കിലും ടാക്സ് വരുന്നുണ്ടോ എന്നൊക്കെ ഒരുപാട് ആൾക്കാർ കമൻറ്റിൽ കൂടി ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഹോം തിയേറ്റർ ആയാലും അതുപോലെ തന്നെ സൗണ്ട് ബാർ ആയാലും നിങ്ങൾക്ക് ഫ്ലൈറ്റിൽ കൊണ്ടുപോകുന്നതാണ്, അതിന് ടാക്സ് ഒന്നും വരുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്ത് നമ്മളെ സൗണ്ട് ബാറിനെ പുറത്തെടുക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മുകളിലായിട്ട് കാണാൻ പറ്റുന്നത് നമുക്ക് കുറച്ച് ആക്സസറീസ് ആണ്. അതിൽ ബാറിൻ്റെ പവർ കേബിളും വരുന്നുണ്ട്, അതുപോലെ തന്നെ സബ് വൂഫറിൻ്റെ പവർ കേബിളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഒപ്റ്റിക്കൽ കേബിൾ വരുന്നുണ്ട്, പിന്നെ ഒരു കുഞ്ഞി റിമോട്ടും വരുന്നുണ്ട്. എല്ലാ ഒരു സൗണ്ട് ബാറും വരുന്നത് പോലെ തന്നെ നല്ല അടിപൊളി പാക്കിങ്ങിലാണ് ഈ ഒരു സൗണ്ട് ബാറും വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഫസ്റ്റ് തന്നെ സബ് വൂഫറിൻ്റെ ഒരു സൈസ് നോക്കാം. വിഡ്ത്ത് വരുന്നത് 6.7 ഇഞ്ചും അതുപോലെ തന്നെ ഹൈറ്റ് വരുന്നത് 15.4 ഇഞ്ചും ഡെപ്ത് ആണെങ്കിൽ 10.3 ഇഞ്ചുമാണ് ഇതിന് വരുന്നത്. ഇനി ബാറിൻ്റേതാണെങ്കിൽ വിഡ്ത്ത് വരുന്നത് 35.3 ഇഞ്ചും, ഇനി ഹൈറ്റ് ആണെങ്കിൽ 2.1 ഇഞ്ചും ഡെപ്ത് ആണെങ്കിൽ 3.4 ഇഞ്ചുമാണ് വരുന്നത്. ഇനി ഇതിൻ്റെ വിത്ത് ബോക്സ് ആയിട്ടുള്ള ടോട്ടൽ വെയിറ്റ് വരുന്നത് 10 kg ആണ്. ഇനി ഈ ഒരു സൗണ്ട് ബാർ നിർമ്മിച്ചിട്ടുള്ളത് വുഡ് ആൻഡ് പ്ലാസ്റ്റിക് രണ്ടും മിക്സ് ആയിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇനി ബാറിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ചെറിയ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്, ഒരു LED ഇൻഡിക്കേറ്റർ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇനി ബാറിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഇതിൻ്റെ ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. ബാക്ക് സൈഡിലായിട്ട് ഒരു പവർ ബട്ടൺ വരുന്നുണ്ട്, പിന്നെ വോളിയോ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാനുള്ള ഒരു ബട്ടൺ വരുന്നുണ്ട്, പിന്നെ ഫംഗ്ഷൻ ബട്ടനുമാണ് വരുന്നത്. ഇനി ബാക്ക് സൈഡിൽ ഇത് കൂടാതെ കണക്ടിവിറ്റി വരുന്നത് ഒപ്റ്റിക്കൽ ഇൻപുട്ടും വരുന്നുണ്ട്, പിന്നെ തൊട്ട് അപ്പർ സൈഡിലായിട്ട് ഒരു USB പോർട്ടുമാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ പിന്നെ HDMI കൊടുത്തിട്ടില്ല, ഓക്സും കൊടുത്തിട്ടില്ല. ഇപ്പം വരുന്ന ഓൾമോസ്റ്റ് സൗണ്ട് സിസ്റ്റത്തിൽ നമുക്ക് HDMI കിട്ടുന്നുണ്ട്, ഓക്സും കിട്ടുന്നുണ്ട്. എന്നാൽ ഈ ഒരു മോഡലിൽ അവർ ഇതൊന്നും കൊടുത്തിട്ടില്ല. HDMIക്ക് ബദലായിട്ട് നിങ്ങൾക്ക് ഒപ്റ്റിക്കൽ യൂസ് ചെയ്തിട്ട് TV എന്നുള്ള സൗണ്ടൊക്കെ സൗണ്ട് ബാറിലേക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ റിമോട്ടും വരുന്നത്. റിമോട്ടിൽ തന്നെ എല്ലാ ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. ഫംഗ്ഷൻ കീ, പവർ കീ, അതുപോലെ തന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാനുള്ള കീ വരുന്നുണ്ട്, പിന്നെ സബ് വൂഫറിൻ്റെ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു ബട്ടണും വരുന്നുണ്ട്, പിന്നെ നമുക്ക് എക്വലൈസറും വരുന്നുണ്ട്. അപ്പോൾ റിമോട്ടിൽ നമ്മൾ ഫംഗ്ഷൻ കീ പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഇൻഡിക്കേറ്റർ ചേഞ്ച് ആവുന്നത്, ബ്ലൂടൂത്ത്, USB, LG TV എന്നൊക്കെ കാണാം. ഇനി ഒരു സൗണ്ട് ബാർ വരുന്നത് 2.1 ചാനലാണ്. ബാറിൻ്റെ അകത്ത് 2 സ്പീക്കറും പിന്നെ ഒരു സബ് വൂഫറും, അങ്ങനെ 2.1 ചാനൽ. ഇതിൻ്റെ ഒരു വാട്ട്സ് വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 സ്പീക്കറാണ് ബാറിൻ്റെ അകത്ത് വരുന്നത്. അതിലൊരു സ്പീക്കർ 50 വാട്ട്സും മറ്റേ സ്പീക്കർ 50 വാട്ട്സും, അങ്ങനെ 100 വാട്ട്സ്. പിന്നെ ബൂഫർ വരുന്നത് 200 വാട്ട്സ്, അങ്ങനെ ടോട്ടൽ 300 വാട്ട്സ് ആണ് ഇതിൻ്റെ RMS വരുന്നത്. പിന്നെ DTS ഡോൾബി സൗണ്ടും അതുപോലെ തന്നെ ഡിജിറ്റൽ സറൗണ്ട് സൗണ്ടും ആണെന്നാണ് കമ്പനി പറയുന്നത്. ഇതിൽ ബ്ലൂടൂത്തിൻ്റെ വേർഷൻ വരുന്നത് 4.0 ആണ്. അപ്പോൾ നമുക്ക് ബ്ലൂടൂത്തുമായിട്ട് പെയർ ചെയ്തിട്ടൊന്ന് സൗണ്ട് കേട്ട് നോക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല ലൗഡ് സൗണ്ടും അതുപോലെ തന്നെ നല്ല ബേസും വരുന്നുണ്ട്. ഒരു വീട്ടിലേക്കൊക്കെ പറ്റിയൊരു സൗണ്ട് ബാർ ആണെന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള സൗണ്ടാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. നിങ്ങൾക്കറിയാം ഒരുപാട് സൗണ്ട് ബാറിൽ നമുക്ക് പ്രശ്നം എന്ന് പറയുന്നത് സൗണ്ടിന് ക്വാളിറ്റി ഇല്ല എന്നുള്ളതാണ്. നല്ല ഹൈ സൗണ്ടൊക്കെ ആയിരിക്കും, പക്ഷേ ക്വാളിറ്റി ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ ഈ LGൻ്റെ സൗണ്ട് ബാർ നല്ല ക്വാളിറ്റി ഉള്ള സൗണ്ടാണ് കിട്ടിയത്. ഇനി ഇതിൻ്റെ ഒരു പ്രൈസ് നോക്കാം. UAE വരുന്നത് 499 ദിറംസ് ആണ്. അപ്പോൾ LG SK4D എന്ന് പറയുന്ന മോഡലിൻ്റെ ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.